ഭരണി നക്ഷത്രം നക്ഷത്രക്രമത്തിൽ രണ്ടാം സ്ഥാനമാണ് ഭരണി നക്ഷത്രത്തിന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആകാശത്തില് അടുപ്പ് പോലെ കാണപ്പെടുന്ന 3 നക്ഷത്രങ്ങളാണ് ഭരണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളരെയധികം ശുദ്ധഗതിക്കാരായ ഇവർ ആർക്കും ദോഷം ചെയ്യരുത് എന്നുള്ളതായിരിക്കുന്ന ആഗ്രഹം ഉള്ള വ്യക്തികളായിരിക്കും. എങ്കിലും മറ്റുള്ള വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കണക്കിലെടുക്കാതെ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് ഒപ്പമുള്ള വ്യക്തികളുടെ വിദ്വേഷത്തിന് ഇവർ എളുപ്പം പാത്രീഭൂതരാകും. ഒരാളെ പ്രശംസിച്ച് കാര്യം കാണുവാൻ താല്പര്യമില്ലാത്ത ഇവർ എന്ത് കഷ്ടനഷ്ടങ്ങൾ വന്നാലും മനസാക്ഷിക്ക് വിപരീതമായി പെരുമാറാറില്ല. അതിനാൽ തന്നെ പല മേഖലകളിലും പരാജയങ്ങളും ഇവർക്കുണ്ടാകും. ക്ഷമാശീലം ഇവർക്ക് വളരെയധികം കുറവായിരിക്കും. ബന്ധുക്കളോടും സഹപ്രവർത്തകരോടുമെല്ലാം തന്നെ നിസ്സാര കാര്യത്തിന് വരെ ക്ഷോഭിക്കും. എന്നാലും തെറ്റ് സ്വന്തം ഭാഗത്താണ് എന്ന് ബോധ്യപ്പെട്ടാലോ എതിരാളികളുടെ ഭാഗത്ത് നിന്ന് ക്ഷമിക്കത്തക്ക രീതിയിലുള്ളതായിരിക്കുന്ന പ്രകടനങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ ആ നിമിഷം സകലവിധ വൈരാഗ്യവും നിശേഷം മറന്ന് അവരുമായി ആത്മാർത്ഥതയോടുകൂടി സഹകരിക്കുകയും ചെയ്യും. നയപരമായി പെരുമാറാനും വിനയശീലരെന്നുള്ളതായിരിക്കുന്ന അഭിപ്രായം സമ്പാദിക്കാനും ഇവർക്ക് പ്രയാസമാണ്. അതിര് കവിഞ്ഞ അഭിമാനബോധവും അത് സംരക്ഷിക്കുവാനുള്ളതായിരിക്കുന്ന വിഷമതകളും ഇവരെ എല്ലായ്പ്പോഴും അനുഗമിക്കും. സത്യത്തിൽ അഭിമാനത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഇവർക്ക് മിക്കപ്പോഴും ക്ലേശങ്ങൾ ഉണ്ടാക്കുക. ആരുടെയെങ്കിലും മുൻപിൽ തലകുനിക്കുക എന്നുള്ളത് മരണതുല്യമായാണ് ഇവർ കാണുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് സാഹസ പ്രവൃത്തികൾക്കും ഇവർ സന്നദ്ധരാകും. ലക്ഷ്യം നേടുന്നതിന് എത്രത്തോളം പരിശ്രമിക്കുന്നതിനും ഇവർ മടി കാണിക്കാറില്ല. ഏത് കാര്യവും മനസ്സിലാക്കാനും ചുഴിഞ്ഞു നോക്കുവാനുമുള്ളതായിരിക്കുന്ന കഴിവും സാമർഥ്യവും ഇവർക്കുണ്ട്. മറ്റുള്ള വ്യക്തികളുടെ ഉപദേശങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കുമെങ്കിലും സ്വന്തം ഉദ്ദേശവും നിശ്ചയവും പോലെയല്ലാതെ യാതൊന്നും തന്നെ ഇവർ പ്രവർത്തിക്കുന്നതല്ല. പൊതുപ്രവർത്തന രംഗങ്ങളിൽ ശോഭിക്കുവാൻ കഴിയുമെങ്കിൽ തന്നെയും കുറെ ശത്രുക്കളും നഷ്ടങ്ങളുമാകും മിക്കപ്പോഴും മിച്ചം കിട്ടുന്നത്. ആരെയും വകവെക്കാത്ത ഒരു സ്വാതന്ത്ര്യ ബുദ്ധി ഇവരുടെ എല്ലാ പെരുമാറ്റത്തിലും കാണുവാൻ കഴിയും. ആജ്ഞാശക്തിയും അധികാരഭാവവും പ്രകടിപ്പിക്കേണ്ടതായിരിക്കുന്ന അവസരങ്ങളെല്ലാം ഇവരത് വേണ്ട വിധം പ്രയോഗിക്കും. മിക്ക കാര്യങ്ങളിലും മത്സരങ്ങളോ പ്രതിബന്ധങ്ങളോ കൂടാതെ പുരോഗമിക്കുവാൻ ഇവർക്ക് പൊതുവെ കഴിയാറില്ല. മാറ്റങ്ങളും പരാജയങ്ങളും പലപ്പോഴും ഇവർക്ക് നേരിടേണ്ടതായി വന്നേക്കും. എങ്കിലും അതുകൊണ്ടൊന്നും ക്ഷീണിക്കുകയോ പിന്മാറുകയോ ചെയ്യാത്ത ഒരു മനഃശക്തി ഇവരിൽ നൈസർഗികമായി തന്നെ നിലകൊള്ളുന്നു. അതുമാത്രമാണ് ഇവരുടെ ജീവിത പുരോഗതിയുടെ നട്ടെല്ലും. അഹങ്കാരികൾ എന്ന് മറ്റുള്ളവർ മുദ്രകുത്തിയേക്കാമെങ്കിൽ തന്നെയും വാസ്തവത്തിൽ ഇവർ ശുദ്ധഗതിക്കാരാണ്. നിർബന്ധ ബുദ്ധി അല്പം കൂടുമെന്നേയുള്ളൂ. ഭരണി നക്ഷത്ര ജാതർ ഏത് രംഗത്തായാലും ശരി, ആവശ്യമില്ലാത്ത മത്സരത്തിനോ വടംവലിക്കോ പോകാതെ സ്വന്തം കാര്യം നോക്കി പ്രവർത്തിക്കാനാണ് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. തനിക്ക് ദോഷമെന്നും നേരിടുന്ന കാര്യമല്ലെങ്കിൽ പോലും ചില ആദർശങ്ങളുടെ പേരിൽ അനീതിയെ എതിർക്കുവാൻ എന്നുള്ളതായിരിക്കുന്ന നിലയ്ക്ക് പല മത്സരങ്ങളിലും ഇവർ പെട്ടുപോകും. അത് കാരണം പലപ്പോഴും പല രീതിയിലുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും അനുഭവമാകും. എങ്കിലും ഇവർക്ക് അതിൽ സംതൃപ്തിയല്ലാതെ വിഷമം ഉണ്ടാവുകയില്ല. ഭരണി നക്ഷത്ര ജാതർക്ക് ഏകദേശം 10 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം മാതാപിതാക്കൾക്കും ഗുണപ്രദമായിരിക്കുന്ന സമയമായിരിക്കും. 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ചെറിയ രീതിയിൽ കഷ്ടതകളെല്ലാം ഇവർക്ക് അനുഭവമാകും. വിദ്യാതടസ്സവും ശാരീരികമായിരിക്കുന്ന ക്ലേശങ്ങളും ഈ സമയത്തിൽ അനുഭവമായേക്കാം. 16 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം നല്ല സമയമാണ്. സ്ത്രീകൾക്ക് ഇതിനുള്ളിൽ തന്നെ വിവാഹം കഴിയും. സൽഭർത്തൃഗുണം, സൽസന്താന പ്രാപ്തി തുടങ്ങിയ ഗുണങ്ങളും അനുഭവമാകും. 26 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം കുറച്ച് ക്ലേശകരമായിരിക്കുന്ന സമയമാണ്. ബന്ധുജനവിരോധവും കഷ്ടതകളും ഈ സമയത്തിൽ ഏറെ ബുദ്ധിമുട്ടിപ്പിക്കും. രക്തസംബന്ധമായുള്ള അസുഖങ്ങൾക്കും ശസ്ത്രക്രിയയ്ക്കും കൂടുതൽ സാധ്യത ഈ സമയത്തിൽ കാണുന്നു. 33 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന സമയമാണ്. 51 വയസ്സ് മുതൽ 67 വയസ്സ് വരെ ഗുണപ്രദമായിരിക്കുന്ന സമയം. സന്താനങ്ങളാൽ ശ്രേയസ്, ബന്ധുഗുണം, പുണ്യസ്ഥല ക്ഷേത്ര ദർശന ഭാഗ്യം തുടങ്ങിയ സൽഫലങ്ങൾ ജീവിത കാലഘട്ടത്തിലെ ഏടുകളിൽ ഈ കാലത്തിൽ എഴുതി ചേർക്കപ്പെടും. 67 വയസ്സിന് ശേഷം ഗുണദോഷ മിശ്രമായിരിക്കുന്ന കാലഘട്ടമാണ്. ഭരണി നക്ഷത്ര ജാതർക്ക്
പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ രോഹിണിയും തിരുവാതിരയും പൂയം നക്ഷത്രവുമാണ്. വൃശ്ചികം രാശിയായിരിക്കുന്ന അഷ്ടമരാശിക്കൂറിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായിരിക്കുന്ന വിശാഖം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും അനിഷവും തൃക്കേട്ട നക്ഷത്രവും പ്രതികൂലങ്ങളായിരിക്കുന്ന നക്ഷത്രങ്ങൾ തന്നെയാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുമായി ആശയവിനിമയം നടത്തുന്നതും കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഇവർക്ക് ചന്ദ്രന്റെയും രാഹുവിന്റെയും ശനിയുടെയും ദശാകാലങ്ങൾ ദോഷപ്രദമായിരിക്കുന്ന സമയമായതിനാൽ ഈ സമയത്തില് വിധിപ്രകാരമുള്ള പരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഭരണി നക്ഷത്രത്തിന്റെ അധിപനായ ശുക്രന്റെ പ്രീതിക്കായി സ്തോത്രങ്ങളും മറ്റും ജപിക്കുന്നതും ഗുണം ചെയ്യും. ഭരണി നക്ഷത്രത്തിന്റെ ജന്മവൃക്ഷം നെല്ലിയാണ്. ആനയാണ് മൃഗം. പുള്ളു പക്ഷി. പുരുഷയോനി മനുഷ്യഗണം. യമനാണ് താരദേവത. ഭരണി നക്ഷത്ര ജാതർക്ക് അനുയോജ്യമായ നിറം വെള്ളയും ഇളനീലയുമാണ്. അനുയോജ്യമായ രത്നം വജ്രമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തുക. നന്ദി, നമസ്കാരം. ഭരണി നക്ഷത്രം നക്ഷത്രക്രമത്തിൽ 2ാം സ്ഥാനമാണ് ഭരണി നക്ഷത്രത്തിന്.